കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലും ക്രമാതീതമായി ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ വരെ നമ്മൾ റെഡ് അലർട്ടുകളും മറ്റും കേട്ടുകൊണ്ടിരുന്നത് അത് നമ്മുടെ മഴക്കാലങ്ങളിലാണ് ഇരുന്നുവെങ്കിൽ ഇനി ഗവൺമെന്റിന്റെ അടുത്ത ഔദ്യോഗിക റിപ്പോർട്ടുകൾ അത് നമ്മുടെ ഈ ചൂട് കാലഘട്ടത്തിലും മനുഷ്യന്മാരുടെ അവരുടെ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഏതാനും സമയം പുറത്തിറങ്ങരുത് എന്ന് ഓർഡറുകൾ വരാനിരിക്കുകയാണ്. ചൂട് അത്രത്തോളം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. മനുഷ്യനോ അല്ലെങ്കിൽ മനുഷ്യ സംവിധാനങ്ങൾക്കോ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് രാവെന്നോ പകലെന്നോ എന്നില്ലാതെ ചൂടിന്റെ ക്രമാതീതമായി വർധനവ് മനുഷ്യനെ ലോകത്ത് മുഴുവൻ പിടിച്ചുലക്കുന്ന സമകാലിക സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത്. ആധുനിക സയൻസിന്റെ ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം സമകാലിക സാഹചര്യത്തിൽ വളർത്തിയെടുത്ത ഈ തണുപ്പിക്കുന്ന സംവിധാനം ഒരുപക്ഷെ ഈ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയാണെങ്കിൽ 2035 ഈ ചൂടിനെ തണുപ്പിക്കാൻ ഈ കാലഘട്ടത്തിൽ ടെക്നോളജിക്ക് കഴിയില്ല എന്ന് ഇന്നലെയുള്ള റിപ്പോർട്ടുകൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അല്ലാഹു ജല്ല ജലാൽ നമുക്ക് നൽകിയ മഹത്തായ ഈ ലോകത്ത് അവൻ ശ്രദ്ധിച്ചു വെച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിന്റെ ഓരോ അത്ഭുതങ്ങളും ചലനങ്ങളും നിശ്ചലങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ അല്ലാഹുവിലേക്ക് എത്തിച്ചേരേണ്ടത്. നോക്കൂ നിങ്ങൾ, ഈ സമയം പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ ചൂട് വർദ്ധിക്കുമ്പോൾ തന്നെ ഒരു മറയുടെയോ ഒരു തൂണിന്റെയോ ഒരു ചലനങ്ങളുടെയോ നിഷേധാത്മക ചിന്തയില്ലാത്ത ഊട്ടിയും കൊടൈക്കനാലിലും 16 ഡിഗ്രിയും 18 ഡിഗ്രിയും മനുഷ്യൻ സുഖലോലുപതിയായി കഴിയുന്ന ഈ സാഹചര്യം, ഈ സമയം, ഇതേ നേരം, ഈ കാലഘട്ടത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇവിടെയാണ് അല്ലാഹുവിന്റെ ഈ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, ഏതെങ്കിലും ഒരു ചുരം കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ലോകത്ത് മുഴുവൻ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിൽ തന്നെ അത്ഭുതങ്ങൾ പതിയിരിക്കുകയാണ്. ഊട്ടിയിലും കൊടൈക്കനാലിലും ഇതേ സമയം തണുപ്പാണെങ്കിൽ നമ്മൾ ഇന്ന് ഒരേ ഭൂമിയിലിരുന്ന് അതിന്റെ ഇപ്പുറത്തിരുന്ന് നമ്മൾ ക്രമാതീതമായി ചൂടിനെ വളരെയധികം ഗൗരവത്തോടെ കാണുകയാണ്. ഇവിടെയാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാർ. നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. ആരാണ് ആ അല്ലാഹു? വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാർ. ഈ രാവിനെയും പകലിനെയും സൃഷ്ടിച്ച പരിപാലിക്കുന്ന അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണേ. വശംസ വൽ ഖമറ കുല്ലൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാം അല്ലാഹുവിന്റെ കൈകളിൽ ഭദ്രമാണ്. എത്രത്തോളം മനുഷ്യൻ വളർന്ന് അവന്റെ ചിന്തകൾ ഇവിടെ ഉടലെടുത്താലും ശരി, അല്ലാഹു കണക്കാക്കിയ ഒരു കണക്കുണ്ടോ? അതിനപ്പുറം മനുഷ്യ നിന്റെ ചിന്തകൾക്കോ നിന്റെ ഈ ആധുനിക സംവിധാനങ്ങൾക്കോ കവചം വെക്കാൻ സാധ്യമല്ല എന്നാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അല്ലെങ്കിൽ നോക്കൂ, ഇവിടെ എത്ര ഭരണാധിപന്മാരുണ്ട്, എത്ര നിയന്ത്രിക്കുന്ന ആധുനിക ടെക്നോളജികളുണ്ട്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും പോയി അവിടെ ജീവമാസം സാധ്യമാണോ എന്ന പരീക്ഷണങ്ങളും അതുപോലെ നിരീക്ഷണങ്ങളും നടത്തുമ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഈ ഭാവി കാലഘട്ടത്ത് ഈ എയർ കണ്ടീഷനുകൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ചൂടിന് കവചം വെക്കാൻ പോലും സാധിക്കാത്ത മനുഷ്യൻ ബലഹീനനായി തീരുന്ന ഒരു സന്ദർഭത്തിനാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്, കുല്ലൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. മനുഷ്യ, നീ എത്ര വളർന്നാലും ശരി, അല്ലാഹുവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അതിനപ്പുറം ഒരു ഭരണാധിപന്മാർ കടന്നു വന്നാലും ശരി, ഏത് നേതാക്കളാണെങ്കിലും ശരി,
ഏത് പേര് വിളിച്ച ടെക്നീഷ്യനെങ്കിലും ശരി, അള്ളാഹു ഒരു നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹുവിൽ നിയന്ത്രിതമാണ്, അതീതമാണ് എന്ന് 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഏത് കാലത്താണ് ഇത് പറയുന്നത്? ഒരു കുതിരവണ്ടിയുടെ ലാഞ്ചന പോലും കണ്ടെത്താത്ത കാലത്ത്, കുതിരവണ്ടി പോലും അവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാലത്ത്, അവിടെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ, അത് ചൂടാവട്ടെ, തണുപ്പാകട്ടെ, അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും പ്രതിഭാസമാകട്ടെ, അതെല്ലാം അള്ളാഹുവിൽ അതീതമായ കാര്യമാണ്. അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ നിയന്ത്രിക്കാൻ കാര്യമാണോ ഇത്? അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണോ ഈ ചൂടിന്റെ കാര്യം? അല്ല. അവർക്ക് ഓർഡർ തരാൻ കഴിയുള്ളൂ. മനുഷ്യൻ ഈ സമയത്ത് പുറത്തിറങ്ങരുത്, ഈ സമയത്തെ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് മാത്രം ഓർഡർ ഇടാനേ ആധുനിക ഭരണാധികാരികൾക്ക് കഴിയുകയുള്ളൂ. അതിനപ്പുറം ഈ ചൂടിനെ നിയന്ത്രിച്ചു നിർത്തുവാനോ അല്ലെങ്കിൽ ചൂടിനെ നിയന്ത്രിക്കുവാനോ ഒരു ആധുനിക ഭരണാധികാരികൾക്ക് സാധിക്കാത്തിടത്താണ് അള്ളാഹു എന്ന് പറയുന്ന മഹാത്ഭുതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവന്റെ ആ മഹത്തായ അനുഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവൻ ഇവിടെ എല്ലാ സംവിധാനങ്ങളുടെയും അധിപനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ചൂട് വളരെ ക്രമാതീതമായി നമ്മൾ കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് പരലോകത്തെ ചിന്തയാണ്. ഒരു മനുഷ്യന് ഇന്ന് അവന് സങ്കല്പിക്കാൻ കഴിയാത്തിടത്തോളം ഒരു ഭൂമിയിൽ, ഈ ഭൂമിയിൽ പോലും വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹു പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നാളെ മഹ്ശറയിൽ മനുഷ്യന്മാർ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ഒരു ചാൺ മുകളിലായിരിക്കും കത്തിജ്വലിക്കുന്ന സൂര്യൻ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നോക്കൂ നിങ്ങൾ, ഒരു ചാൺ മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുകയാണ്. ഇന്ന് കിലോമീറ്ററുകൾ, ടൺ കണക്കിന് കിലോമീറ്ററുകൾ മുകളിൽ സൂര്യൻ നിൽക്കുന്ന ആ സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഒരു ചാൺ മുകളിൽ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറയിലെ രംഗം ഇങ്ങനെ വിശദീകരിക്കാൻ ആ സമയത്ത് പറയുന്നുണ്ട്, മനുഷ്യന്മാർ നഗ്നരായി നിൽക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഈ മനുഷ്യന്മാർ, ഈ ജനകോടി സമുദ്രക്കണക്കിന് നിൽക്കുന്ന താരാവാരം പോലെ പരന്നു കിടക്കുന്ന മനുഷ്യന്മാർ നഗ്നരായി നിൽക്കുമ്പോ അവർ പരസ്പരം നോക്കുകയില്ലേ, കാണുകയില്ലേ എന്ന് ചോദിക്കുമ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു ചെറു പുഞ്ചിരിയോടെ പറയുന്നുണ്ട്, ആയിഷ, നേരെ മുമ്പിൽ വിചാരണ ആരംഭിക്കാനിരിക്കുകയാണ്. ഈ മനുഷ്യൻ നന്നാകുമോ? ഈ മനുഷ്യൻ പരാജയപ്പെടുമോ? കാരണം ഇനി ഒരു ഓഫർ അവന്റെ മുന്നിലില്ല, ഇനി അവന്റെ മുന്നിൽ ഒരു കവചമില്ല. ഇത് ഫൈനൽ റൗണ്ടാണ്, ലാസ്റ്റ് വിസിലാണ്. ഇനി അപ്പുറത്തേക്ക് അവന്റെ മുന്നിൽ ഒരു അവസരമില്ല. മാത്രമല്ല പിന്നീട് പറയുന്നുണ്ട്, ഒരു ചാൺ മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുകയാണ്. ഈ രണ്ട് അവസ്ഥകൾ മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനുഷ്യൻ അപ്പുറത്തേക്ക് നോക്കുക പോലും കഴിഞ്ഞിട്ട് അവന്റെ കാര്യത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ടും ഈ മഹ്ശറയിലെ ഈ ദുരനുഭവത്തിൽ അവൻ പ്രയാസപ്പെടുന്ന ആ വളരെ വേദനാജനകമായ അവസ്ഥയിലായിരിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അത്രത്തോളം ഭയാനകരമായ പരലോകത്തെ ഓർക്കുവാൻ വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഈ ചൂടിനെ നമുക്ക് മുന്നിൽ ഇങ്ങനെ വർഷിക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഈ എയർ കണ്ടീഷന്റെ താഴെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊരു അള്ളാഹുവിനെ അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് പ്രകൃതിയുടെ ചൂടിനെ നമ്മൾ മനസ്സിലാക്കുന്നത്.
അവിടെയാണ് ഇതിന്റെ പിന്നിലൊക്കെ ഒരു പടച്ചവനുണ്ട്. ആ പടച്ചവനെ ആരാധിക്കാൻ നമുക്ക് സമയമായില്ല എന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങേണ്ടത്. ഈ ചൂട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഇങ്ങനെ ചൂടുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്തൊരു ചൂടാണ് നബിയെ. തബൂക്ക് യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോ ഇങ്ങനെ ചൂട് പിടിച്ച സന്ദർഭത്തിൽ അവിടെ നിന്ന് കുറച്ച് മുനാഫിഖീങ്ങൾ പിന്തി നിന്നു, യുദ്ധത്തിന് വരാതെ. എല്ലാ സ്വഹാബികളും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ ഏതാനും പേർ യുദ്ധത്തിന് പോകാതെ പിന്തി നിന്നപ്പോ ആ സമയത്താണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആയത്തിറങ്ങുന്നത്. നബിയെ പറഞ്ഞു കൊടുക്കും, നബിയെ ഖുൽനാറു ജഹന്നമ അശദ്ദു ഹർറാ. ഈ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ എത്രയോ 10 മടങ്ങ് ചൂടാണ് നാളെ നരകത്തിൽ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ നരകത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളതെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ചൂട് നരകത്തെ ഓർക്കുവാൻ കൂടിയുള്ളതാണ്, പരലോകത്തെ ഓർക്കുവാനും വേണ്ടിയുള്ളതാണ്. പറയുന്നത് ഖിയാമത്ത് നാളിൽ സൂര്യൻ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരിൽ മൈൽ. ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുമെന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട് അവിടുത്തെ വേദനാജനകമായ സംഭവം ഇങ്ങനെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഫയഖൂലുൻ നാസ് അലാ ഖദരി അഅമാലിഹിം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് പറഞ്ഞത്? അവിടെ ജനങ്ങൾ അവരുടെ അമലുകൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കൈച്ചിലാക്കട്ടെ, രക്ഷപ്പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, ആ സമയത്ത് ജനങ്ങൾ നെരിയാണി വരെ വിയർപ്പിൽ നിൽക്കുന്ന സന്ദർഭം ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞില്ല, ആ വിഭാഗത്തിൽ തന്നെ ചിലവരുടെ മുട്ടുവരെ, എന്നിട്ട് റസൂൽ പറയാൻ ചിലവർ കഴുത്തുവരെ. അതും കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ചിലരുടെ മൂക്ക് വരെ, അവർക്ക് ശ്വസിക്കാൻ പോലും ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ നീന്തി തുടിക്കുന്ന സന്ദർഭം വരെ ഉണ്ടാകുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ചൂടൊക്കെ നമ്മൾ ഇങ്ങനെ മുഖാന്തരം കാണാൻ മനുഷ്യന്മാർ പെട്ടെന്ന് ജോലി സ്ഥലത്ത് നിന്ന് ബോധരഹിതരായി വീഴുക, ഗവൺമെന്റ് ആക്ട് പുറപ്പെടുവിക്കുക. മനുഷ്യന്മാർ ഈ സമയത്ത് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. 7 മണി മുതൽ 10 മണി വരെ ക്രമാതീതമായി ഇതിന്റെ വൈദ്യുതിയുടെ ഉപയോഗം കൂടുകയാണ്. അതുകൊണ്ട് ആ സമയത്ത് ഉപയോഗിക്കുന്നവർക്ക് കറന്റ് ബില്ല് കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്ന് കണക്കുകൾ പറയാം. അതുകൊണ്ട് 10 മണിക്ക് ശേഷമാണ് എയർ കണ്ടീഷനുകൾ ഓണാക്കേണ്ടതെന്ന് പുതിയ റിപ്പോർട്ടുകൾ വരികയാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇവിടെയൊന്നും നമുക്ക് അള്ളാഹുവിനെ ഓർക്കാനുള്ള സമയമില്ലാത്തത്? അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അവിടെയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനോട് കൂട്ടി പറഞ്ഞ സന്ദർഭം. എല്ലാവരും ഇങ്ങനെ വിയർപ്പിൽ മുങ്ങിത്തുടിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഒരു തണൽ അവർക്ക് ലഭിക്കുന്ന സമയമുണ്ടാകും. ആ തണലിലേക്ക് എല്ലാവരും ഓടിയെടുക്കും. പക്ഷേ എല്ലാവരെയും അല്ലാഹു ആ തണലിൽ നിർത്തുകയില്ല. അർശിന്റെ തണൽ, മഹത്തായ തണൽ, ആ തണലിൽ മാത്രമാണെന്ന് തണുപ്പുള്ളത്, നിഴലുള്ളത്, തണുപ്പുള്ളത്, AC ഉള്ളത്, എയർ കണ്ടീഷൻ ഉള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ തണുപ്പിൽ 7 വിഭാഗം ആളുകൾക്ക് മാത്രമാണ് അവസരം ഉണ്ടാവുക എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ആ 7 ഏതെങ്കിലും ഒരു വിഭാഗക്കാരാവാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ആദ്യമായി പറഞ്ഞത് ഇമാമുൻ ആദിലും, നീതിമാനായ ഭരണാധികാരി. നീതിമാനായ ഭരണാധികാരി.
നന്മ കൽപ്പിച്ച് ജനങ്ങൾക്കൊപ്പം നിന്ന് അവിടെ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പുലർത്താത്ത, ജനങ്ങളെ ഒരേപോലെ കണ്ട് അവർക്ക് വേണ്ട അവകാശങ്ങൾ നീതി നടപ്പിലാക്കിയ ഭരണാധികാരിയായിരിക്കും അതിൽ ഒന്നാമത്തെ വിഭാഗക്കാരെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത് പറഞ്ഞത് ആ മനുഷ്യനെ കുറിച്ച് ചോദിച്ചാൽ ആളുകൾക്ക് പറയാൻ നല്ല കാര്യമേ ഉള്ളൂ. എങ്ങനെയാണ് ആ മനുഷ്യൻ? ആ മനുഷ്യൻ എപ്പോഴും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവനാണ്. അങ്ങനെ ഒരു മനുഷ്യനാണോ ആരാധനകളുമായി നിഗാന്തരം പുലർത്തി, ജാഗ്രത പുലർത്തി ജീവിച്ച മനുഷ്യനാണോ അവനും അല്ലാഹുവിന്റെ അർശിന്റെ തണലിൽ സംഗമിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മൂന്നാമത് പറഞ്ഞത് അല്ലാഹുവിന്റെ പള്ളിയിൽ അവന്റെ ഹൃദയം കെട്ടിയിട്ടവനായിരിക്കുമെന്നാണ്. അഥവാ പള്ളിയിൽ ബാങ്ക് കേട്ട ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പക്ഷെ നമുക്ക് ഭരണാധികാരിയാവാൻ കഴിയില്ല, എങ്കിലും ഒരു പക്ഷെ നമുക്ക് നീതിമാനായ ഭരണാധികാരിയാവാൻ കഴിയും, അതിനവസരം ലഭിക്കാതിരിക്കാം. പക്ഷേ ഈ ശേഷം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അല്ലാഹുവിന്റെ പള്ളിയിൽ ഹൃദയത്തെ കെട്ടിയിട്ടു എന്നാണ് പറഞ്ഞത്. മുഅല്ലഖുൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ തത്തയൊക്കെ പിടിച്ച് കൂട്ടിൽ അടച്ചു വെച്ചാൽ എങ്ങനെ, അതിന് പറയുന്നതാണ് തഅല്ലുഖ്. ഇവിടെ എന്താണ് ഉദ്ദേശം? 5 വക്ത് നമസ്കാരം പള്ളിയിൽ നിന്ന് മുഅദ്ദിന് വിളിക്കുമ്പോൾ അതിനുത്തരം നൽകിയിട്ട് പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി കടന്നു വരുന്നവരുണ്ടോ അവരും അല്ലാഹുവിന്റെ അർശിന്റെ തണലിൽ സംഗമിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് പറഞ്ഞത് റജുലാനി തഹാബ്ബാ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇഷ്ടപ്പെട്ട 2 പുരുഷന്മാരാണ്. ഈ മനുഷ്യനെ നന്മയിലേക്ക് ക്ഷണിച്ചപ്പോ ഇവന്റെ നന്മയെ ഉൾക്കൊണ്ട് ഇവനെ സ്നേഹിച്ചവനാണ്. റജുലാനി 2 പുരുഷന്മാർ, തഹാബ്ബ അവർ 2 പേരും ഇഷ്ടപ്പെട്ടത് ഫില്ലാഹ് അല്ലാഹുവിന്റെ കാര്യത്തിനാണ്. എടാ പള്ളിയിലേക്ക് വാ, സമയമായി, സ്വതക്കയുടെ സമയമായി, സ്വതക്ക കൊടുത്തോ, നീ നിന്റെ സക്കാത്ത് കൊടുത്തു വീട്ടിയോ എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യനെ വളരെ ഇഷ്ടമായി. എന്തിന്റെ കാര്യത്തിൽ? ഈ മനുഷ്യനെ നന്മയിലേക്ക് ക്ഷണിച്ചതിന്റെ വിഷയത്തിൽ. അങ്ങനെ റജുലാനി തഹാബ്ബാ ഫില്ലാഹ്, ആ മനുഷ്യനും അല്ലാഹുവിന്റെ ഈ അർശിന്റെ തണലാകുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല അതോടൊപ്പം പറഞ്ഞു ആ 2 പുരുഷന്മാർ പിരിഞ്ഞതും ഫില്ലാഹ് അല്ലാഹുവിന്റെ വിഷയത്തിലാണ്. കള്ളു കുടിക്കാൻ നിൽക്കുമ്പോ, ഹറാമ് കാണാൻ നിൽക്കുമ്പോ, എടാ അത് നമുക്ക് പറ്റിയതല്ല, അല്ലാഹ് നമ്മോട് എതിർത്തതാണ്, അതുകൊണ്ട് പൊന്നു മോനെ അടുത്തു പോകരുത് എന്ന് പറഞ്ഞപ്പോ അവൻ നിന്നോട് എതിർ പറഞ്ഞുകൊണ്ട് ആ ഹറാമിനായി കൂടിയപ്പോ, എന്നാൽ നിന്നോട് ഞാൻ കൂട്ടുകെട്ടിനില്ല, കോംപ്രമൈസിനില്ല എന്ന് പറഞ്ഞ് ഒളിവായവനാണ്. ആ മനുഷ്യനും അല്ലാഹുവിന്റെ അർശിന്റെ തണലിലായിരിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമത് പറഞ്ഞത് ഒരു പെണ്ണ്, നല്ല സൗന്ദര്യമുള്ള തറവാടിത്തമുള്ള പെണ്ണാണ്. ആ പെണ്ണ് ഹറാമിലേക്ക് ക്ഷണിച്ചപ്പോ ആ പുരുഷൻ പറഞ്ഞു, ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടാൻ. ആരാരുമില്ലാത്ത ഒരു ഹറാമ് ചെയ്യാൻ എല്ലാവിധ അവസരം ലഭിച്ചിട്ടും അവിടെ അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ മനുഷ്യൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് പറഞ്ഞത് റജുലൻ തസദ്ദഖ, സദഖ ചെയ്യുന്ന മനുഷ്യനാണ്. എങ്ങനെ? അഖ്ഫാ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, അവന്റെ വലത്തേ കൈ കൊടുക്കുന്നത് ഇടത്തേ കൈ അറിയാത്തവനാണ്. പള്ളിയിലേക്ക് സംഭാവന ചെയ്യുമ്പോൾ ഒരുപക്ഷെ ലിസ്റ്റിലൊന്നും പേരുണ്ടാവുകയില്ല, പക്ഷേ അവൻ അത് ആഗ്രഹിക്കുന്നില്ല. വലിയ വലിയ മജ്ലിസുകളിൽ, വലിയ സംവിധാനങ്ങൾക്ക്, വലിയ വിദ്യാഭ്യാസ മേന്മകൾക്കൊക്കെ ഒരുപാട് സംഭാവന കൊടുക്കുന്നവനാണ്, പക്ഷേ ലിസ്റ്റിൽ അവന്റെ പേരുണ്ടാവുകയില്ല. അവൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. കാരണം എന്താണ്? വലത്തേ കൈ കൊടുത്തത് ഇടത്തേ കൈ അറിയരുതെന്ന് അവന്റെ നിയ്യത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനമായി പറഞ്ഞത് അല്ലാഹുവിനെ ഓർത്ത് ഏകാന്തനായി കരഞ്ഞവൻ.
നിശബ്ദ രാത്രികളിൽ എല്ലാവരും ഈ രാത്രിയുടെ ഇരുട്ടുകളിൽ ഉറങ്ങുമ്പോൾ അവൻ ഏകനായി ആ വിരുട്ട് മാറ്റി അള്ളാഹുവിനെ ഓർത്ത് നിസ്കരിച്ച് അവസാനം കരഞ്ഞ് പ്രാർത്ഥന ചെയ്ത മനുഷ്യൻ, ഇവനും അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ സംഗമിക്കാനുള്ള ഈ 7 വിഭാഗക്കാർക്ക് അവസരമുണ്ടാവുമെന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ 7 വിഭാഗക്കാരിൽ ഈ ചൂട് ഇങ്ങനെ കൂടുമ്പോ അപ്പൊ നാളത്തെ ചൂടെന്താണ്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ 7 വിഭാഗക്കാരിൽ ഒരു വിഭാഗക്കാരാണ് നമുക്ക് ഏറ്റവും പ്രയാസമായിട്ട് മുന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഭരണാധികാരിയാവാൻ നമുക്ക് അവസരം ലഭിച്ചതായിരിക്കാം. എന്നാലും ബാക്കി പറഞ്ഞ 6 കാര്യങ്ങൾ അതൊക്കെ വളരെ പ്രസക്തമാണ്. ഈ കാലഘട്ടത്തിൽ ഹറാമിന് കോപ്പി നിൽക്കുന്ന ഒരു സമൂഹം, ഒരു യുവതലമുറ വളർന്നു വരുന്നത് കൊണ്ടാണ് ക്യാമ്പസുകളിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഒരു സമൂഹം മുഴുവൻ ഹറാമിന്റെ പിൻപുറങ്ങളായി വളർന്നു വരുന്നത്. അവിടെ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ ഇതിനെ നിൽക്കൂല, കോംപ്രമൈസ് ഇല്ല. ഹലാലിന്റെ കാര്യത്തിൽ, ഹറാമിന്റെ കാര്യത്തിൽ നിന്നോട് കോട്ട് കെട്ടാൻ ഞാനില്ല എന്ന് പറയുന്ന യുവതലമുറയാണ് വളർന്നു വരേണ്ടത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നല്ല ഒരു ഉത്തമ ബോധമുള്ള സമൂഹമായി ഇതിലൊക്കെ ചിന്തിച്ച് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി വളരാൻ അല്ലാഹു